ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയുടെ താഴെ കമൻസ് ഇടുന്നവരോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ അതിൽ കുറേ അഭിനന്ദനങ്ങൾ വരാറുണ്ട്, കുറച്ച് സജഷൻസ് വരാറുണ്ട്, അപൂർവമായിട്ട് വിമർശനങ്ങൾ വരാറുണ്ട്. എന്തെഴുതാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുറച്ച് പേര് സജഷൻസ് എഴുതുമല്ലോ. ചിലർക്ക് ഇങ്ങനെ തോന്നിയേക്കാം, ഞങ്ങൾ കൊടുത്ത സജഷൻസ് ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എനിക്ക് പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. ഒരു കണ്ടൻറ്റ് നമ്മൾ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ പറ്റി ചിന്തിക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഞാനൊരു ഫാമിലി ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അതെനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ചിലപ്പോഴെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ചിലർ പറയാറുണ്ട് കേട്ടോ, ഇതൊരു സെൽഫ് പ്രൊമോഷനാണല്ലോ. എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ അതൊരു സെൽഫ് പ്രൊമോഷനായിട്ട് മറ്റേയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനത് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം കുറച്ച് പേര് പറയാറുണ്ട്. എനിക്കിങ്ങനെ പെട്ടെന്ന് 1, 2, 3 എന്നും പറഞ്ഞ് വീഡിയോ ഇടാനുള്ള ഒരു രീതി എനിക്കില്ല. കാരണം നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതും കോൺഫിഡൻ്റ് ആയിട്ടുള്ളതുമായ ഒരു രീതി, സാവകാശം ഒരു വിഷയത്തിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, അങ്ങനെ വിഷയത്തിലേക്ക് കടന്ന് അത് സ്ഥാപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൺക്ലൂഷൻ, അതാണ് എൻ്റെ രീതി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എൻ്റെ ഒരു ശീലമല്ല. അതുപോലെ എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും. യൂട്യൂബിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഏത് തരം വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്യാമല്ലോ, അത് നമ്മുടെ ചോയ്സാണ്. ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ടോപ്പിക് നേരത്തെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അത് പറയാനുള്ള ഒരു സന്ദർഭം വരും. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില കണ്ടൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ചിലപ്പോൾ ഒരൊറ്റ വാചകം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിക്കളയും. നമ്മളെ ചിലപ്പോൾ വേറെ ലെവലിലേക്കാക്കും. അങ്ങനെ നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളൊരു വാചകം, ആ വാചകത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ആ വാചകം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിനെ നമുക്ക് ഗുണകരമായിട്ട് എങ്ങനെ പ്രാവർത്തികമാക്കാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ വാചകം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ആ വാചകം പറഞ്ഞിട്ടുള്ളത് എലനോർ റൂസ്വെൽറ്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 4 ടേംസിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ ജീവിത പങ്കാളിയാണ് എലനോർ. ഒരു പ്രസിഡന്റിൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ആ ടൈറ്റിലിൽ ഒതുങ്ങിപ്പോയ ആളല്ല എലനോർ റൂസ്വെൽറ്റ്. അവർ പല രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. അവർ പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വാചകം, മനുഷ്യ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാചകം, അത് ഞാൻ പറയട്ടെ. നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിന്റെ സമ്മതമില്ലാതെ നിന്നിൽ ആർക്കും ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു അപകർഷത ഫീൽ ചെയ്യുമ്പോഴാണ് അതിന് അപകർഷതാ ബോധം എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ നമ്മുടെ സമ്മതം ഇല്ലാതെ അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് എലനോർ റൂസ്വെൽറ്റ് ഈ വാചകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഈ കൺസെൻ്റ് എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈയിടെ ഈ കൺസെൻ്റ് എന്നുള്ള വാക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. പല കാര്യങ്ങളിലും സമ്മതത്തോടു കൂടിയാണോ നീ ആ കാര്യം ചെയ്ത്, അല്ലാതെയാണോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ സമ്മതം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, ചോയ്സാണ്. അപ്പോൾ അതിന് ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ അർത്ഥങ്ങൾ ആ വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാചകം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ, അതില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇത് വലിയൊരു പരിധിവരെ നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒന്നാണ്.
നമ്മളെക്കാൾ മെച്ചപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരെപ്പോലെ ആകണം എന്നുള്ള ഒരു ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഞാനിങ്ങനെ കഴിവില്ലാത്ത ആളായിപ്പോയല്ലോ, ഇത്ര കഴിവ് കെട്ടവനോ കഴിവ് കെട്ടവളോ ആയിപ്പോയല്ലോ, എന്നെക്കൊണ്ടൊന്നും ഇത് സാധ്യമല്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്ന അവസ്ഥ. ഇവിടെ നമ്മുടെ സമ്മതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു റെസ്പോൺസ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ക്രൈസ്റ്റ് കിങ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. അന്ന് ഞങ്ങളുടെ നാട് അങ്ങനെ വലിയ പരിഷ്കൃത നാടൊന്നുമല്ല. എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലത്തായിരുന്നു സ്കൂള്. പക്ഷേ അവിടെ എനിക്കുണ്ടായിരുന്ന ഒരു അനുകൂലമായിട്ടുള്ള കാര്യം, എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അതുകൊണ്ട് കുറേ സൗഭാഗ്യങ്ങൾ എൻ്റെ വലിയ പ്രയത്നമൊന്നും കൂടാതെ എന്നെ തേടിയെത്തി. പല കാര്യങ്ങളിലേക്കും എന്നെ പരിഗണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ അവിടുത്തെ ടീച്ചറല്ലേ, അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ എനിക്ക് പല പരിഗണനകളും കിട്ടി. എന്ത് കാര്യം വരുമ്പോഴും എനിക്കൊരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ എന്നെ തേടി വന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ അവിടെ നമ്പർ 1 ആയിരുന്നു എന്ന് പറയാം. എനിക്ക് അങ്ങനെ കമ്പാരിസൺ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. കാരണം അങ്ങനെ കമ്പയർ ചെയ്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. SSLCയുടെ മാർക്ക് വന്നപ്പോഴും എന്നേക്കാൾ കുറേ മാർക്ക് കുറവായിരുന്നു 2ാം സ്ഥാനത്ത് നിന്ന ആൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ പിന്നെ ഉപരിപഠനത്തിനായിട്ട് നഗരത്തിലുള്ള സെയിൻറ്റ് തെരേസാസ് കോളേജിലെത്തി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം ഞാനിവിടെ കാണാത്ത പല കാര്യങ്ങളും എന്തോ ഒരു മായാലോകത്ത് ചെന്ന് പെട്ട പോലെയാണ് എനിക്കെന്ന് തോന്നിയത്. കാരണം അത്ര വ്യത്യാസമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളും ഈ കോളേജും തമ്മിൽ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സത്യമായിട്ടും തോന്നിയത് ഞാനൊരു 0 ആണല്ലോ, അവരുടെ ഒപ്പം നിൽക്കാനേ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. അവർക്കൊക്കെ നല്ല ലാംഗ്വേജ് സ്കിൽസും, പിന്നെ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അവർക്ക് പ്രീ ഡിഗ്രിയിലെ വിഷയങ്ങളൊക്കെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കി നല്ല മാർക്ക് മേടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു ചിന്താഗതി മാറ്റി കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പിന്നോട്ട് പോകേണ്ട ആളല്ല ഞാൻ. അതായത് അങ്ങനെ ഇൻഫീരിയർ ആകാനുള്ളൊരു സമ്മതം ഞാൻ കൊടുത്തില്ല. ആ ഫീലിങ്ങിനോട് ഞാൻ ബൈ പറഞ്ഞു. അതിനോട് ബൈ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളിങ്ങനെ തുറന്നു വരികയാണ്. ഇനി എങ്ങനെ അവരുടെ ഒപ്പം എത്താം, അതാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. ഞാൻ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി കേട്ടോ. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം സമയം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ചിലവഴിക്കാൻ തുടങ്ങി. പിന്നെ വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ച് ഓരോ വാക്കിൻ്റെയും അർത്ഥം കണ്ടെത്തി വിഷയങ്ങൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. എന്തായാലും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. ഞാൻ അവിടെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ തുടങ്ങി. അപ്പം ഞാനവിടെ ആ ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തില്ല. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത് എപ്പോഴാണെന്നോ, പിന്നീട് ഞാൻ എലനോർ റൂസ്വെൽറ്റിൻ്റെ ഈ വാചകം കേട്ടപ്പോഴാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സംഭവമാണല്ലോ ഞാൻ അന്ന് അപ്ലൈ ചെയ്തത്. കോളേജിലെ ഒരു നമ്പർ 1 ആളെന്ന് പറയുന്നത് അവിടുത്തെ ചെയർപേഴ്സണാണ്. അത്രയും ഗ്ലാമറസ് പോസ്റ്റാണ്. ഞാൻ അവസാനം കോളേജ് യൂണിയൻ ചെയർപേഴ്സണായി. ഞാൻ ആ അപകർഷതാബോധത്തിൻ്റെ വഴിയെ പോയിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേനെ. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് ഞാൻ സമ്മതം കൊടുത്തില്ല. അതെൻ്റെ ഒരു ചോയ്സാണ്, എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. എന്ത് വേണം, അനുവാദം കൊടുക്കണമോ വേണ്ടയോ. അനുവാദം എന്നുള്ളൊരു വാക്കിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ കാര്യം, നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻസൾട്ടഡ് വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. ഈ ഇൻഫീരിയോറിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതിന് മറ്റാളുകൾ ഉത്തരവാദികളേ അല്ല, അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നൊരു കോംപ്ലക്സാണ്. പക്ഷേ ഇൻസൾട്ട് അങ്ങനെയല്ല കേട്ടോ. മറ്റുള്ളവർ ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വം നമുക്കെതിരായിട്ട് ചെയ്യുന്ന, നമ്മളെ അടിച്ചിരുത്താൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻസൾട്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ അവർക്ക് ത്രെറ്റായിട്ട് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അവർ ഇൻസൾട്ട് ചെയ്താൽ ഇൻസൾട്ടഡ് ആകണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇൻസൾട്ടഡ് ആകുക എന്ന് വെച്ചാൽ എന്താ, അവരിത് പറയുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു, നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ, ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നു, നമ്മൾ ഡിപ്രസ്ഡ് ആകുന്നു. എന്നാൽ പിന്നെ ഇതിൽ നിന്നൊക്കെ മാറി നിന്നേക്കാം. ഇൻസൾട്ടഡ് ആകുമ്പോൾ സംഭവിക്കാവുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്ക് നല്ല സന്തോഷമാവും. അവർക്ക് തോന്നും, ഞാൻ വിചാരിച്ചത് നടന്നു, കാര്യം ശരിക്കേറ്റു,
സത്യത്തിൽ ഈ ഇൻസൾട്ടഡ് ആകാൻ നമ്മൾ സമ്മതിക്കുന്നത് കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത്. നമുക്കത് സമ്മതിക്കാതിരിക്കാമല്ലോ. അയാൾ ഇൻസൾട്ട് ചെയ്തോട്ടെ, പക്ഷെ എനിക്ക് ഇൻസൾട്ടഡ് ആകാൻ മനസ്സില്ല. അത് ഉറപ്പായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. ചിലർക്ക് ഇൻസൾട്ടഡ് ആകുമ്പോൾ ഡിപ്രഷൻ വരാം. ഇൻസൾട്ടഡ് ആകുമ്പോൾ ചിലർ പ്രൊവോക്ഡ് ആവും, വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. അവരുടെ ഉദ്ദേശം നടന്നു, മറ്റേയാൾ ഇൻസൾട്ടഡ് ആയി എന്നവർക്ക് ബോധ്യപ്പെടുന്നു. അതാണല്ലോ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ അതിന് സമ്മതം കൊടുത്തില്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് അതിനോട് പ്രതികരിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്കതിന് ഇഗ്നോർ ചെയ്യേണ്ടതാണെങ്കിൽ ഇഗ്നോർ ചെയ്യാം, ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ മറുപടി കൊടുക്കാം. ഇൻസൾട്ടഡ് ആകാത്തൊരവസ്ഥയിൽ നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചോളും. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് നല്ല ഷാർപ്പായിട്ട് ഭംഗിയായിട്ട് മറുപടി കൊടുക്കാനും പറ്റും. ഇതൊന്നും ഇയാളെ ബാധിക്കുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ മറുപടി കൊടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പല മഹാന്മാരെയും ആളുകൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ നർമ്മബോധത്തോടുകൂടി രസകരമായിട്ട് കൈകാര്യം ചെയ്ത ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ കാരണം അവർ ഇൻസൾട്ടഡ് ആകാൻ തീരുമാനിച്ചില്ല, ഇൻസൾട്ടഡ് ആകാൻ സമ്മതിച്ചില്ല. സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫസർ അദ്ദേഹത്തെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. വിവേകാനന്ദനെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരവസരവും പാഴാക്കിയിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ പ്രൊഫസർ ഇരുന്നതിൻ്റെ മേശയുടെ ഓപ്പോസിറ്റായിട്ട് വിവേകാനന്ദൻ വന്നിരുന്നു. അപ്പോൾ പ്രൊഫസർ വേഗം ഇങ്ങനെ പറഞ്ഞു, ഒരു പന്നിയും ഒരു പക്ഷിയും ഒരേ സ്ഥലത്ത് ഇരിക്കാറില്ല. പന്നിക്കും പക്ഷിക്കും ഒക്കെ നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അത് ശരിയല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ പന്നി ആരാണ് പക്ഷി ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇൻസൾട്ടഡ് ആകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാൾക്ക്, സമ്മതമുള്ള ഒരാൾക്ക് ധാരാളം മതി ഇത് കേൾക്കുമ്പോൾ ഡിപ്രസ്ഡ് ആകാൻ. പക്ഷേ സ്വാമി വിവേകാനന്ദൻ എന്താണെന്നോ പ്രൊഫസറോട് പറഞ്ഞത്, സാറ് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ പറന്നു പോയിക്കൊള്ളാം. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു സിറ്റുവേഷനെ വിവേകാനന്ദൻ മാനേജ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കാര്യം, എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞ ആ ഒരു വാചകവുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന വേറൊരു വാചകം പറയാം, വേറൊരു സന്ദർഭം പറയാം. നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഹേർട്ട് വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. ഈ ഹേർട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു ഫീലിംഗ് ആണ്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റുള്ളവർ ഡെലിബറേറ്റായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് സംഭവിക്കുന്നതല്ല, നമുക്ക് സ്വയം ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ വളരെ സെൻസിറ്റീവ് ആകുന്നത് കൊണ്ടാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചിലരെ വല്ലാതെ അങ്ങ് ഹേർട്ട് ചെയ്യും. അപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും ആ വ്യക്തിക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. ഹേർട്ട് ഫീലിംഗ് ഉണ്ടാക്കിയ ആൾക്കല്ല. ചിലർ പറയും ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ച അവഗണന. ഈ അവഗണന മറ്റേയാൾ ഡെലിബറേറ്റായിട്ട് ചെയ്തതല്ല, നമുക്ക് ഫീൽ ചെയ്യാണ് അയാൾ അവഗണിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ചിലർ പറയില്ലേ, അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് എന്നെ അവർ വിളിച്ചില്ല എന്നുള്ളത് ഡെലിബറേറ്റായിട്ട് ചെയ്യുന്നതല്ല, അത് നമ്മൾ മനസ്സിലേറ്റെടുത്ത് അതിൽ നമ്മൾ വേദനിക്കുന്ന അവസ്ഥ, അതിനെയാണ് ഹേർട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഈ വേദനിക്കുന്നത് നമ്മളല്ലേ, അത് നമുക്കല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വേദനിക്കാനായിട്ട് സമ്മതം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാളുടെ ആ ഒരു പെരുമാറ്റം എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ഹേർട്ട് ഫീലിംഗ് എനിക്ക് ഉണ്ടാകുന്നത്. ആ തരത്തിൽ ചിന്തിക്കാനുള്ളൊരു സമ്മതം ഞാൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ പ്രശ്നം തീർന്നു. അത് മാത്രമല്ല, അത് വലിയൊരു പുണ്യം കൂടിയാണ്. നമ്മളിങ്ങനെ വേദനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളോടൊരു ചെറിയ പ്രതികാര മനോഭാവം ഉണ്ടാകും. പലപ്പോഴും അയാളെ വേദനിപ്പിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയെന്ന് വരാം. ഞാൻ അങ്ങനെ ചിന്തിക്കാനില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അയാളോട് ക്ഷമിക്കുകയാണ്. അത് വലിയൊരു പുണ്യമാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ചെറുപ്പകാലത്തെങ്ങാണ്ടും ഉണ്ടായ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലേറ്റെടുത്ത് അതൊക്കെ ചിന്തിച്ചിങ്ങനെ വേദനിച്ച് നടക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളൊരു രീതിയിൽ കാണാൻ അങ്ങനെ എന്തെല്ലാം വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. വേദനിക്കുന്ന ചിന്തകളുമായിട്ട് നടക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് സമ്മതമില്ല എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴികൾ ഇങ്ങനെ തുറന്നു കിട്ടും. നമ്മൾ സ്വയം ഇങ്ങനെ ഉരുകി ജീവിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അതിന് നമ്മൾ സമ്മതം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തുണ്ടാക്കുന്ന വേദനയല്ല കേട്ടോ, മാനസികമായിട്ടുള്ള വേദന.
അതിന് നമുക്ക് സമ്മതം കൊടുക്കാതിരിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം എന്താണെന്നോ, ഞാൻ ഈ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടും. കാണുന്നവരിൽ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.